ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ കേളി ഹെയർസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എങ്ങനെ സ്റ്റൈൽ ചെയ്യാം, അതുപോലെ എങ്ങനെ മുടി കെട്ടാം, എങ്ങനെ ബൺ ചെയ്യാം, എങ്ങനെ ഒരു ഫംഗ്ഷന് കെട്ടിക്കൊണ്ട് പോവാം എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത്. സോ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ഈ വീഡിയോ ഫുൾ കാണുക, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് കാര്യം കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അവിടുന്ന് കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കട്ടായിട്ടായിരിക്കും കേൾക്കണേ. സോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ എന്നെ അറിയാന്നുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും, പേഴ്സണലി ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ഹെയർ ഇട്ടാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇട്ടാണ്. ഇനി ബൊമ്മക്കുട്ടിയെ പോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇട്ടിട്ട് പോകാനായിട്ട്. പിന്നെ ഇങ്ങനെ നടുക്കീന്ന് എടുക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ സൈഡിൽ നിന്ന് എടുക്കുക, ഇവിടുന്നു. ഞാൻ ഇവിടെ നിന്ന് എടുക്കാറുണ്ട്, സൈഡിൽ നിന്ന് ഇങ്ങനെ ഇടാറുണ്ട്. അപ്പം എനിക്ക് കൂടുതൽ ഇങ്ങനെ ഇടുമ്പോഴാണ് ഭയങ്കര രസമായിട്ട് തോന്നുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഇടും. അപ്പോൾ ഇപ്പുറത്തിടാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, നിങ്ങൾ ചീകിയിട്ട് ഇപ്പുറ സൈഡിലോട്ട് ഇടുക. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ കേളി ഹെയർ ഫസ്റ്റ് ഓഫ് ഓൾ നന്നായി സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഇട്ടാലൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. അത് ഒരു പുതിയൊരു സത്യമാണ്, നഗ്നമായ സത്യമാണ്. കാരണം ഞാൻ കുറേ അനുഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ കേളി ഹെയർ സംരക്ഷിക്കണം, എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയായി കിടക്കും എന്നുള്ളത് ഞാൻ നന്നായി എണ്ണ തേക്കും. നമുക്കറിയാലോ, ഇപ്പോൾ കേളി ഹെയർ ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ ഈ വീഡിയോ കാണുന്നത്. നമ്മൾ കുറേ എണ്ണ തേക്കുമ്പോഴത്തേക്കും മുടി ഭയങ്കര ഗ്ലോ ആയിരിക്കും, ഭയങ്കര തിക്നെസ് ആയിട്ട് കിടക്കും. ഒരുപാട് ഒരു ചെറിയ നമ്മൾ ഇത്രയുള്ള കുപ്പി എടുത്ത് കഴിഞ്ഞാൽ പകുതി കുപ്പി വരെ നമുക്ക് എണ്ണ വേണം. എണ്ണ കുടിക്കുന്ന മുടിയാണ് ശരിക്കും പറഞ്ഞാൽ കേളി ഹെയർ എന്ന് പറഞ്ഞാൽ. എണ്ണ എത്ര ഇട്ട് കഴിഞ്ഞാലും കുളിക്കുമ്പോൾ എണ്ണ ഇട്ടില്ലെന്നേ തോന്നുള്ളൂ. കാര്യം കഴുകുമ്പോൾ അത് എവിടെയൊക്കെയോ പോകും, അത് എവിടെ പോകാന്നറിയില്ല. അത് പണ്ട് മുതലേ ഉള്ള എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്കുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടെങ്കിൽ കമന്റ് ബിലോ. പിന്നെ അപ്പൊ നമുക്ക് നേരെ എങ്ങനെയാണ് കേളി ഹെയർ നമ്മൾ സ്റ്റൈൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പുറത്തൊക്കെ കെട്ടിക്കൊണ്ട് പോകണം എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേളി ഹെയറിന്. നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം എന്ന്, നല്ല ഷൈനിങ് കിട്ടണം, നല്ല ബണ്ടിൽ പോലെ കിടക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ നേരെ ആ വീഡിയോ പോയി കാണാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എങ്ങനെ മുടി കെട്ടാം, കേളി ഹെയർ കെട്ടാം എന്നുള്ളതാണ്. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ഇട്ടിരിക്കുന്ന പോലെ ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നന്നായി മുടി സെറ്റ് ചെയ്യുക. അതായത് എന്താ പറയുക, നന്നായി കുളിച്ചിട്ട് മുടി ഭയങ്കരമായിട്ട് ഇല്ലാതാക്കി, ഇങ്ങനെ തോർത്തുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഇല്ലാതാക്കാതെ നൈസായിട്ട് ഒരു തലോടൽ പോലെ കൊടുത്ത് നന്നായിട്ട് ഒന്ന് എന്താ പറയാ, വെള്ളമൊക്കെ കളയുക, നന്നായിട്ട് ഉണക്കുക. അല്ലാതെ മുടി ഇങ്ങനെ കുളിച്ച ഉടനെ കൊണ്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കെട്ടി മൊത്തം അലമ്പാക്കരുത്. എന്ന് കഴിഞ്ഞാൽ മുടീനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയാ, നിങ്ങൾ ഇടുന്ന ഷാംപൂസ് ഒക്കെ നിങ്ങൾ നന്നായി നോക്കുക, ശ്രദ്ധിക്കുക. ഫ്രിസി ആവുന്ന ഷാംപൂസ് ആണ് നമ്മളെ മാർക്കറ്റിൽ നന്നായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോഴും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വായിക്കുക. കേളി ഹെയർസിന് മാത്രമായിട്ട് കുറച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും നിങ്ങൾക്ക്. പിന്നെ 5 പൈസ ഇല്ലാതെ നമ്മൾ മുടി നല്ല അടിപൊളിയാക്കണം എന്നുണ്ടെങ്കിൽ അതിനും വഴികളുണ്ട്. സോ അത് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം, അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഹെയർ സ്റ്റൈൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ ഇതാണ്. അപ്പോൾ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ നേരെ ഇങ്ങനെ ഒരു വശത്തോട്ട് എടുക്കുക. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇങ്ങനെ, കാരണം കെട്ടുന്ന ആൾക്കാരായിരിക്കും കൂടുതലുള്ളത്. ഇപ്പം കോളേജിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും ഇങ്ങനെ, എന്ന് വെച്ചാൽ ഭയങ്കര രസമായിരിക്കും കാണാൻ, നല്ല ഭംഗിയായിരിക്കും, ഭയങ്കര തിക്നെസ് ഒക്കെ തോന്നും, അതുപോലെ നല്ല നീളം തോന്നും. അപ്പൊ അങ്ങനെ ഇവിടെ ഇങ്ങനെ ബൺ ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് ക്ലിപ്പ് ചെയ്തോ, ബനാന ക്ലിപ്പൊക്കെ ചെയ്ത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാൻ. പിന്നെ പുട്ടപ്പ് ചെയ്യാന്ന് പറയില്ലേ, നമ്മൾ കോളേജിൽ ഈ 2 വീലർ ഓടിച്ചു പോകുന്ന ആൾക്കാരാണെങ്കിൽ പുട്ടപ്പ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര സേഫ് ആയിരിക്കും, കാരണം പൊടി അടിക്കില്ല. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഊരാൻ താല്പര്യമുണ്ടെങ്കിൽ ഊരാ. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ പുട്ടപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ തന്നെയാണ് വൈകുന്നേരം വരെ ഇരിക്കുന്നത്. ഞാൻ തിരിച്ചു വന്നത്, എനിക്ക് എപ്പോഴെടുത്ത് കെട്ടി വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ അങ്ങനെയാണ് കെട്ടിക്കൊണ്ടത്. അപ്പം ഇങ്ങനെ കുറച്ച് സ്ലൈഡ് കിട്ടും. ഇത് യു പിൻ എന്ന് പറയും. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ പണ്ട് ഈ കൂടുതൽ ഡാൻസിനൊക്കെ യൂസ് ചെയ്യുന്നത് അറിയായിരിക്കാം ഈ പിൻ എന്താന്നുള്ളത്. ഇത് നമ്മള് എന്താ ഫാൻസി സ്റ്റോഴ്സിലൊക്കെ കിട്ടും. അപ്പം ഇത് യൂസ് ചെയ്യുക, ഇത് നല്ല രസമാണ്. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നന്നായിരിക്കും. സോ അപ്പൊ ഇതുപോലൊരു 3-4 പിന്ന് വേണം നമുക്ക് നമ്മുടെ ഹെയർ കെട്ടാനായിട്ട്. അപ്പൊ പുട്ടപ്പ് ചെയ്യുന്നത് നമ്മൾ നേരെ ഹെയർ ഇങ്ങനെ സെറ്റ് ചെയ്യുക,
എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു ഹെയർ ഇല്ലാതെ നമ്മൾ ഫുൾ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഫുൾ ഇങ്ങനെ എടുക്കുക. അപ്പൊ ആദ്യം ഫുൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ബാക്കിൽ നിന്ന് എടുക്കുക. നമ്മൾ മുടി ഇങ്ങനെ വെക്കുക. കെട്ടി കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഹെയർ പിൻ യൂസ് ചെയ്യുക. ഇത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ആണോ, ഇങ്ങനെയാണ് നമ്മൾ പുട്ടപ്പ് ചെയ്യാൻ. ഉണ്ടോ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ഫ്രണ്ടിലോട്ട് ഹെയർ ഒക്കെ ഇട്ട് കുറച്ച് ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാം. ഇത് എല്ലാവർക്കും സെറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. ഇത് ചെയ്യുമ്പോൾ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, വണ്ടി പോകുമ്പോഴും നമ്മൾ പുറത്തിങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ മുടിയിൽ പൊടി കയറത്തില്ല. സോ അതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിരിക്കും. ദെൻ അടുത്തത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, നമ്മളൊരു കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, കല്യാണങ്ങളിൽ പോകുമ്പോഴും നിങ്ങൾക്ക് നമ്മുടെ കേളി ഹെയർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കെട്ടി വെക്കണതിൽ എനിക്ക് സത്യം താല്പര്യമില്ല. കെട്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് സന്തോഷം വരില്ല. ഇനി പിത്തിടുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന സന്തോഷം വേറെയാണ്. അപ്പൊ അതുകൊണ്ട് കെട്ടി വെക്കാൻ താല്പര്യമുള്ളവർക്ക്, അമ്പലത്തിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ ഈ റൗണ്ട് ബണ്ണ് വാങ്ങാൻ കിട്ടും. അത് നമ്മൾ നേരെ മുടീൻ്റെ അകത്തോട്ട് ഇടുക. സോ ഇങ്ങനൊരു ബണ്ണ് വാങ്ങാൻ കിട്ടും. കല്യാണങ്ങളിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കെട്ടാം പറ്റുന്ന ഒരു സാധനമാണ് ഇങ്ങനൊരു ബണ്ണ് കിട്ടുക. നിങ്ങൾക്ക് അറിയായിരിക്കും, നല്ല വലിയ വലിയ എന്ത് സൈസ് വേണമെങ്കിൽ നമുക്ക് കെട്ടാം. അപ്പം എൻ്റെത് കുഞ്ഞായതുകൊണ്ട് ഞാൻ കൂടുതൽ ഇത്രയൊക്കെ കീറേണ്ട ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് നൈസായിട്ട് മുടി ഇങ്ങനെ എടുക്കുക. അകത്തോട്ടിടുക. പിന്നെ ഇതിനെ ഓരോരോ ലെയറാക്കി കാണിച്ചു തരാം. സോ ഇങ്ങനൊരു സാധനം കിട്ടാം. നമുക്ക് പിന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇങ്ങനെ കണ്ടോ, പിന്നെ നമുക്ക് യൂപ്പിനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരുന്നേ ഉള്ളൂ എങ്ങനെ അത് വെക്കണം എന്നുള്ളത്. ഇത് നമുക്കൊരു നല്ലൊരു വേ ആണ് കെട്ടാൻ. അപ്പോൾ അതൊരു സ്റ്റൈലിംഗ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് എന്തോ ഇങ്ങനൊരു വവുരെടുക്കുക. ഇങ്ങനെ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ലേ പറയുന്നത് അല്ലേ? ഓരോ സ്ഥലത്ത് ഓരോ വകുപ്പ് അങ്ങനെയൊക്കെ പറയുമല്ലോ. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അങ്ങനെ. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ നമ്മൾ സൈഡ് ഇങ്ങനെ ഒരു സാധനം എടുക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ വവുരെടുക്കുക എന്ന് പറയും. അപ്പൊ അങ്ങനെ ഇതെടുക്കുക. അപ്പൊ ഇതൊരു നല്ല സ്റ്റൈലാണ്. ഇത് നമുക്കൊരു ഫോർമൽ ഒരു പാർട്ടി ഒരു ഇതിനൊക്കെ പോകുമ്പോഴത്തേക്കും ഇടാൻ പറ്റിയ ഒരു സ്റ്റൈലാണ് ഇങ്ങനത്തേത്. ഇത് എല്ലാവർക്കും എല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊരു ഭംഗിയാണ്. ദെൻ അടുത്ത സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇത് നമ്മളെല്ലാം ഇങ്ങനെ എടുക്കുക. ഫുള്ളല്ല, ഒരു ഹാഫ്. ഇതിന് ബനാന ക്ലിപ്പ് വാങ്ങാൻ കിട്ടും നമുക്ക് സ്റ്റോറിന്നൊക്കെ. മിക്ക സ്റ്റോറുകളിലും അത് അവൈലബിൾ ആണ്. സോ ബനാന ക്ലിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കിട്ടും. അപ്പോൾ അത് എൻ്റെ കാണിച്ചു തരാനില്ല. സംഭവം എന്ന് വെച്ചാൽ ഞാൻ ട്രെയിനിൽ നിന്ന് വന്ന സമയത്ത് അതെൻ്റെ കയ്യിൽ നിന്ന് വീണ് നശിച്ചു പോയി. കാരണം അത് തറയിൽ വീണതേ ഉള്ളൂ, പൊട്ടിപ്പോയി. എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. സാധനം അങ്ങനെ പൊട്ടാറില്ലാത്തതാണ്, പൊട്ടിപ്പോയി. അതുകൊണ്ട് എനിക്കത് കാണിച്ചു തരാൻ പറ്റില്ല. എല്ലാം ഞാൻ നിൽക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതൊരു നല്ല സ്റ്റൈലാണ്. നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിലോട്ട് കുറച്ച് ഹെയർ എടുത്തിട്ടിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് ഇത്. നമുക്ക് ഇപ്പൊ പിന്നിടണം, അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ ഭാഗത്ത് തന്നെ എടുക്കുക.
എനിക്ക് ഇങ്ങനെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഭാഗം യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പിന്നി എടുക്കാം. കുറച്ച് ടാസ്ക് ആണ്, എന്നാലും നമുക്ക് നല്ല രീതിക്ക് പിന്നി എടുക്കാം പറ്റും. ഓക്കെ, ഇതൊരു നല്ല നൈസ് ഒരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഞാൻ ചിലപ്പം ചുരിദാറൊക്കെ ഇടുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ പരീക്ഷിക്കാറുണ്ട്. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നമ്മൾ പിന്നീട്ടൊന്ന് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഭംഗിയായിട്ട് കിട്ടും. സോ ഇതൊരു നല്ല സ്റ്റൈലാണ്. ഇത് ഞാൻ ചുരിദാറിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്, കെട്ടാറുണ്ട് ഇങ്ങനെ. കണ്ട, ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പോ പിന്നെ നമുക്ക് പോണി ടെയിൽ നമുക്ക് കെട്ടാം. അത് നമുക്ക് നന്നായിട്ട് നല്ല രീതിക്ക് കെട്ടാൻ പറ്റും. പോണിടെയിൽ കെട്ടിയിട്ട് അയ്യോ കൊള്ളത്തില്ല എന്ന് തോന്നുന്നവർക്കാണെങ്കിൽ മുടി നന്നായിട്ട് നിങ്ങൾ കെയർ ചെയ്യുക, എന്നാൽ മാത്രമേ പോണിടെയിൽ കെട്ടിയ ഭംഗിയുള്ളൂ എന്നുള്ളത് മറ്റേ സത്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പോണിടെയിൽ കെട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കും. അത് ഞാൻ കെട്ടി കാണിച്ചു തരാം. അതിനും നമുക്ക് വേണമെങ്കിൽ ഹെയർ ബാൻഡ് യൂസ് ചെയ്യാം. പിന്നെ ക്ലിപ്പ് യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് പോണിടെയിൽ കിട്ടാൻ പറ്റില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ ക്ലിപ്പ് അവിടെ വെച്ചിട്ട് ബണ്ണ് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിപ്പ്, ബനാന ക്ലിപ്പോ വേറെ ക്ലിപ്സ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും, അതൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ്ടോ നമുക്ക് പോണിടെയിൽ കെട്ടാം. അങ്ങനെ കിട്ടിയാലും ഭംഗിയാണ്. ഇതൊക്കെ ടീഷർട്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും പോണിടെയിൽ കെട്ടാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയാണ്. ഹെയർ സ്റ്റൈലിങ് ഇങ്ങനെയാണ്. ഞാൻ പറയില്ലേ, ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ എന്താ പറയാ സ്റ്റൈൽസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ അതാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യം തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കേളി ഹെയർസിന് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ബൈ ഉമ്മ.